ഞാൻ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിലെത്തിയിട്ട് ഏതാനും മണിക്കൂറേ ആയിട്ടുള്ളൂ. അതിഭീകരമായ ചൂടാണിവിടെ. രാവിലെ 9:30 വന്നിറങ്ങിയതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയായി. ഇനി 3 മണി വരെയുള്ള സമയത്ത് സഹിക്കാൻ വയ്യാത്ത ചൂടായതുകൊണ്ട് ഹോട്ടലിലേക്ക് കയറാൻ തീരുമാനിച്ചു. ഹാംപ്ടൺ ഹോട്ടലാണിത്. ഇവിടെ ചെക്ക് ഇൻ ചെയ്യണം. ഞാൻ റിസപ്ഷനിലേക്ക് കയറി ചെന്നു. സുഖകരമായ തണുപ്പുള്ള അതിഗംഭീരമായ ലോബി. അവിടെ ചെന്ന് ചെക്ക് ഇൻ നടപടികളൊക്കെ പൂർത്തിയാക്കി. ഇന്റർനെറ്റിലൂടെ നേരത്തെ തന്നെ ഇവിടെ മുറി ബുക്ക് ചെയ്തിരുന്നു. ഏതാണ്ട് 8,000 രൂപയാണ് ഒരു രാത്രിയുടെ വാടക. നഗരഹൃദയത്തിലാണെന്നതുകൊണ്ടാണ് വാടക അല്പം കൂടുതൽ. എങ്കിലും നല്ല ഹോട്ടലാണ്, നല്ല ഫെസിലിറ്റികൾ. ചെക്ക് ഇൻ നടപടികളൊക്കെ പൂർത്തിയാക്കി ഞാൻ ലഗേജുമായി മുറിയിലേക്ക് പോവുകയാണ്. ലിഫ്റ്റിൽ 8-ാം നിലയിലേക്ക് പോകണം. 8-ാം നിലയെത്തി. 8-ാം നിലയിലെ 801-ാം നമ്പർ മുറിയാണ് എനിക്കുള്ളത്. അടുത്ത 2-3 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകും. ഈ ഹോട്ടലിൽ മാത്രമല്ല താമസം. ഇടയ്ക്ക് ബുഖാറയിലേക്കും സമർഖണ്ഡിലേക്കും പോകണം. 801-ാം നമ്പർ മുറി തുറന്ന് കയറി ചെല്ലുമ്പോൾ നല്ല ഗംഭീരമായ മുറിയാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഫ്രഷായ ഉഗ്രൻ മുറി. കൊടുത്ത പണത്തിന് വർത്താണ്. നഗരത്തിന്റെ ഹൃദയത്തിൽ തന്നെയാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. എല്ലാ ഫെസിലിറ്റികളുമുള്ള 4 സ്റ്റാർ ഹോട്ടലാണ്. എനിക്കൊന്ന് കുളിക്കണം. ഇന്നലെ തുടങ്ങിയ യാത്രയാണല്ലോ. കുളിച്ച് ഫ്രഷായിട്ട് അല്പനേരം വിശ്രമിക്കണം. ഒരു ഫ്രിഡ്ജ് സൈഡിൽ വെച്ചിട്ടുണ്ട്. കോഫി മേക്കറും മറ്റും ഒരു മേശയിലുണ്ട്. നല്ല ഗംഭീരൻ ടോയ്ലറ്റാണ്. കയറി സുഖമായിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി. പിന്നെ 1 മണിക്കൂറോളം വിശ്രമിച്ചു. ഒന്ന് മയങ്ങിയെന്ന് പറയാം. അത് കഴിഞ്ഞ് ഉണർന്നെണീറ്റ് പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും കാറുമായി രാകേഷ് വന്നിട്ടുണ്ട്. രാകേഷിന്റെ ചുവന്ന കാർ. ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടരുകയാണ്. താഷ്കണ്ടിന്റെ മറ്റു ചില പ്രദേശങ്ങളിലേക്കാണ് പോകുന്നത്. വെയിൽ ചെറുതായൊന്ന് ആറിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി പോകുന്നത് കോക്കൽദോഷ് മദ്രസ കാണാനാണ്. വൃക്ഷനിബിഡമായ നഗരം. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇവിടുത്തെ ചൂട് അനുഭവപ്പെടില്ല. ഓഗസ്റ്റ് മാസമാണ്, ഏറ്റവും ചൂടുള്ള സമയം. ധാരാളം ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിക്കകത്ത് സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ ഓടി കോക്കൽദോഷ് മദ്രസയുടെ സമീപമെത്തി. ഇത് വളരെ ചരിത്രമുള്ള ഒരു മദ്രസയാണ്. അവിടെ ഒന്ന് കയറിയിട്ട് അതിന് പരിസരത്തുള്ള കാഴ്ചകളിലേക്കൊക്കെ പോകണം. വണ്ടി അവിടെ നിർത്തി ഞാൻ അവിടെ ഇറങ്ങി. ഇവിടെ സ്ത്രീകളുടെ വേഷം ഇതാണ്. ശരിക്കു പറഞ്ഞാൽ ഇവിടുത്തെ ട്രഡീഷണൽ വേഷം പൂർണ്ണമായും ഇതല്ല. ഇതൊരു തരം സ്റ്റഫ്ഡ് ബ്രെഡാണ്. അകത്ത് എന്തൊക്കെയോ ചേരുവകൾ വെച്ച പലഹാരം. അത് ധാരാളം ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. അതുപോലെ സംസ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സമൂസ പോലുള്ള സാധനങ്ങളുമുണ്ട്. ഇതിവിടുത്തെ ലവാഷ് ബ്രെഡാണ്. ഇവിടെ വഴിയരികിൽ മുഴുവൻ ലവാഷ് ബ്രെഡ് വിൽക്കുന്ന ധാരാളം ആളുകളെ കാണാം. ഇതിവരുടെ നിത്യഭക്ഷണമാണ്. അതായത് നമ്മൾ ചോറും കറികളുമൊക്കെ കഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടുത്തുകാർ ജോലി കഴിഞ്ഞു പോകുമ്പോൾ ഇത്തരം ലവാഷ് ബ്രെഡുകൾ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് 1-2 വാങ്ങിക്കൊണ്ടു പോകും. അതാണ് അവരുടെ ഭക്ഷണം. ഈ പയ്യന്റെ പേര് ഞാൻ ചോദിച്ചു. ഇവൻ എന്താണ് വിൽക്കുന്നതെന്നും. ഇവന്റെ പേര് അബൂബക്കർ എന്നാണ്. അബൂബക്കർ സ്കൂളിൽ പോകുന്നുണ്ട്. കച്ചവടത്തിൽ അച്ഛനെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. വലിയ ഉത്സാഹിയാണ്. ഓടി നടന്ന് ആളുകൾക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു. ഇത്തരം ഉന്തുവണ്ടികളിലാണ് ബ്രെഡ് കൊണ്ടുവന്ന് വിൽക്കുന്നത്. ബ്രെഡ് വിൽപ്പനക്കാർക്ക് മാത്രമുള്ള വണ്ടിയാണിതെന്ന് തോന്നുന്നു. കുട്ടികളെ കൊണ്ടുപോകുന്ന പ്രാം പോലെയാണ്. അത് കൊണ്ടുവന്ന് നിരത്തിയിട്ടിട്ട് അതിന്മേലാണ് വിൽക്കുന്നത്. ആ പയ്യന് പ്രചോദനമാകട്ടെ എന്ന് കരുതി രാകേഷ് ഒരു ബ്രെഡ് അവന്റെ അടുത്തു നിന്നും വാങ്ങി. 3000 സോമാണ് അതിന്റെ വില. അബൂബക്കറിന്റെ അച്ഛനാണ് അപ്പുറം കച്ചവടം നടത്തുന്നത്. അച്ഛനും മകനും കൂടിയാണ് കച്ചവടം. ഞാൻ കോക്കൽദോഷ് മദ്രസയ്ക്കകത്തേക്ക് കയറി ചെന്നു. 4 നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള മദ്രസയാണിത്. ടർക്കോ മംഗോൾ രാജവംശമായ ഷെയ്ബാനിഡ് സുൽത്താൻമാർ ഇവിടം ഭരിച്ചിരുന്ന കാലത്ത് സ്ഥാപിച്ച മദ്രസ. ഷെയ്ബാനിഡ് രാജവംശത്തിലെ ദർവിഷ് സുൽത്താൻ 1570-ലാണ് ഈ മദ്രസ സ്ഥാപിക്കുന്നത്. പ്രാദേശികമായി ഉണ്ടാക്കിയ ചുടുകട്ട കൊണ്ടായിരുന്നു നിർമ്മാണം. അക്കാലത്ത് ഈ മേഖലയിലെ ഏറ്റവും വലിയ നിർമ്മിതിയായിരുന്നു കോക്കൽദോഷ് മദ്രസ.
4.5 നൂറ്റാണ്ടിനിടെ പല പല സ്ഥാപനങ്ങളായി രൂപം മാറുകയും ഒടുവിൽ പഴയതുപോലെ മദ്രസയായി തന്നെ മാറ്റുകയും ചെയ്ത ചരിത്രമാണ് ഇതിനുള്ളത്. ഇതിനകത്ത് കയറാൻ മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം. സ്ത്രീകൾ തല മൂടിയിരിക്കണം. ആണുങ്ങൾ നിക്കറിട്ട് കയറാൻ പാടില്ല എന്നൊക്കെയുണ്ട്. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. ചെറിയൊരു ഫീസ് അടയ്ക്കണം. രാകേഷ് ആ ഫീസ് അടച്ചു. ഈ മദ്രസയ്ക്ക് ഒരു നടുമുറ്റമുണ്ട്. ഇതൊരു മതപഠന കേന്ദ്രമായിരുന്നുവല്ലോ. മതപഠനം മാത്രമല്ല, മതവുമായി ബന്ധപ്പെട്ട മറ്റു ശാസ്ത്രങ്ങളും സിദ്ധാന്തങ്ങളും പഠിപ്പിക്കുന്നുമുണ്ട്. മനോഹരമായ ഒരു നടുമുറ്റം. അതിനു ചുറ്റിലുമായിട്ടാണ് കെട്ടിടം. ആദ്യകാലം മുതൽ അധ്യാപകരും വിദ്യാർത്ഥികളും താമസിച്ചിരുന്ന സെല്ലുകളാണ് താഴെ നിലയിൽ കൂടുതലും. ഇപ്പോഴും മതപഠനം നടക്കുന്ന ഒരു സ്ഥാപനമാണ്. മതവുമായി ബന്ധമുള്ള കലകൾ, മതവുമായി ബന്ധപ്പെട്ട കാലിഗ്രഫി, ഇങ്ങനെയൊക്കെയുള്ളവയും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ട്രഡീഷണൽ ഉസ്ബെക്കിസ്ഥാൻ കെട്ടിട നിർമ്മാണ ശൈലി ഇതാണ്. കുറേയേറെ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തീർത്ഥാടകർ ഇടത്താവളമായും സൂഫി വര്യന്മാർ യാത്രകൾക്കിടെ കുറേ കാലം വന്ന് താമസിക്കുന്ന ഇടവുമായെല്ലാം ഈ മദ്രസയെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ നടന്ന് ഒരു മുറിയിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ഉസ്താദുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് വിദ്യാർത്ഥികളും. ഇവർ ഇവിടെ കാലിഗ്രാഫി പഠിക്കുന്നവരാണ്. 6-7 പിള്ളേരുണ്ട്. അറബി കാലിഗ്രാഫി പഠിപ്പിക്കുകയാണ്. ഒരു പെൺകുട്ടിയുണ്ട്. ഏതാനും ആൺകുട്ടികളുമുണ്ട്. വളരെ കലാപരമായിട്ട് എഴുതുന്നതാണ് അറബി കാലിഗ്രാഫി. അതിന് പ്രത്യേക പേനയും പ്രത്യേക മഷിയും ഒക്കെയുണ്ട്. അച്ചടിയേക്കാൾ മികച്ച രീതിയിൽ ചിത്രങ്ങൾ പോലെ തന്നെ വരച്ചു വയ്ക്കുന്ന ശൈലിയാണ് അറബി കാലിഗ്രാഫിയുടേത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് ഉസ്താദ് ചോദിച്ചു. ഇദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് വലിയ ധാരണയില്ല. അദ്ദേഹത്തോട് രാകേഷ് ഇന്ത്യ, ഹിന്ദുയിസം, ബുദ്ധിസം എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞു. കുറച്ചൊക്കെ പുള്ളി കേട്ടിട്ടുണ്ടെന്നേയുള്ളൂ. ഇദ്ദേഹത്തിന്റെ പേര് ഗുലാം എന്നാണ്. ഗുലാം ഉസ്താദ്. കാലിഗ്രാഫി ഒഴിച്ച് ലോകത്തൊരു കാര്യത്തെക്കുറിച്ചും ഉസ്താദിന് വലിയ ധാരണയൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ത്യയിലെ മതങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം അത്ഭുതത്തോടെ കേട്ടു നിൽക്കുകയാണ്. പക്ഷേ ആ കുട്ടികൾക്ക് ഇന്ത്യയെപ്പറ്റി നന്നായി അറിയാം. തന്നെയുമല്ല, അവർ ഇംഗ്ലീഷും പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയൊക്കെ ഇംഗ്ലീഷ് പറയും. അവളാണ് ഉസ്താദിന് ഇന്ത്യ എന്താണെന്നൊക്കെ പറഞ്ഞുകൊടുത്തത്. ഇവളുടെ പേര് സാഫിയ എന്നാണ്. സാഫിയ, മിർസ, അൻവർ എന്നൊക്കെയാണ് വിദ്യാർത്ഥികളുടെ പേരുകൾ. അവൾക്ക് ഇന്ത്യയെക്കുറിച്ച് ധാരണയുള്ളതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഇന്ത്യയിൽ വിവിധ ഭാഷകളുണ്ടല്ലോ എന്നൊക്കെ. അത്യാവശ്യം ലോകവിവരമുള്ള ഒരു പെൺകുട്ടി. വേറെയും കുട്ടികൾ അകത്തെ മുറികളിലിരുന്ന് പഠിക്കുന്നുണ്ട്. ചിലർ ഇടയ്ക്ക് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് കാണാൻ വരുന്നു. ഈ മദ്രസയിൽ നടക്കുന്ന പഠനങ്ങൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ക്ലാസ്സിൽ കയറിയതാണ്. ചെറിയ മുറികളാണ് കെട്ടിടത്തിലേത്. 8-10 വിദ്യാർത്ഥികളെ ഒരു ഉസ്താദിന് കീഴിൽ ഉണ്ടാവുകയുള്ളൂ. മതം പഠിപ്പിക്കുന്നിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. അതിന്റെ സമീപത്ത് ഒരു മാർക്കറ്റ് ഏരിയയാണ്, ബസാർ ഏരിയ. ചോർസു ബസാറിന്റെ ഒരറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെ നീണ്ടുകിടക്കുന്ന ഇടത്തെരുവുകളാണ്. അവിടെ മുഴുവൻ വഴിയോര കച്ചവടക്കാരെ പോലെ സാധനങ്ങൾ വച്ചിരിക്കുന്നു. എല്ലാ സാധനവും കിട്ടും. കസാക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലുമൊക്കെ ഞാൻ ഇത്തരം ബസാറുകൾ കണ്ടിട്ടുണ്ട്. പ്രധാന വിപണന വസ്തു സുഗന്ധദ്രവ്യങ്ങളാണ്. പലതരം പെർഫ്യൂമുകൾ. ഇത്തരം മുസ്ലിം രാജ്യങ്ങളിലെല്ലാം പെർഫ്യൂം വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ചെരുപ്പും വസ്ത്രങ്ങളും ചൈനയിൽ നിന്ന് വരുന്ന നിരവധിയായ ഉൽപ്പന്നങ്ങളുമെല്ലാമുണ്ട്. നമ്മുടെ നാട്ടിൽ ഭീമാപ്പള്ളി പരിസരത്ത് കിട്ടുന്ന സാധനങ്ങളെല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. പലതരം ടീഷർട്ടുകൾ, ചെരുപ്പുകൾ, ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്നവ തന്നെ. ചില ഭാഗത്ത് ഫ്രൂട്ട്സ് ആണ്. ആപ്രിക്കോട്ടും ആപ്പിളും ഒക്കെയുണ്ട്. നല്ല ഫ്രഷ് ആപ്രിക്കോട്ട്സ്. വേറെ ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു കൂളറിനകത്ത് പാല് പോലെ എന്തോ പാനീയമുണ്ട്. സംഭവം എന്താണെന്നോ? നമ്മുടെ സംഭാരമാണ്. നല്ല ഗംഭീര സംഭാരം. നല്ല ചൂടുള്ള സമയമാണല്ലോ. ഞങ്ങൾ ഓരോ സംഭാരം കുടിക്കാൻ തീരുമാനിച്ചു. 5000 സോമാണ് ഇതിന്റെ വില. 5000 സോം എന്ന് പറഞ്ഞാൽ നമ്മുടെ 35 രൂപയ്ക്ക് തുല്യം. വില കൂളറിന് മേൽ എഴുതി വച്ചിരിക്കുന്നു. ആളുകൾ വരുന്നുണ്ട്.
നല്ല ഗംഭീര സ്വാദാണ്. സംഭാരത്തിൽ കുറച്ചിഞ്ചിയും കുറച്ചു മുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിരുന്നെങ്കിൽ തനി നാടനായേനെ. അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ കുറവാണെന്ന് ഇവിടെ നിന്ന് സംഭാരം കുടിച്ചപ്പോൾ മനസ്സിലായി. ഇവിടുത്തെ ആളുകൾക്ക് ആ എരിവും പുളിയും ഒന്നും താല്പര്യമില്ലായിരിക്കണം. അത്യാവശ്യം ഉപ്പുണ്ട്. വെറും മോരിനകത്ത് അല്പം ഉപ്പിട്ടതുപോലെ തന്നെ. നല്ല തണുപ്പുമുണ്ട്. സുഖമാണ്. ബസാറിന്റെ വേറൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴും ധാരാളം കടകൾ. ഏക്കർ കണക്കിന് സ്ഥലത്താണിത്. ഒരു ഭാഗത്ത് മീനാണ് വിൽക്കുന്നത്. ഇന്നാട്ടുകാർക്ക് കടലൊന്നുമില്ല. ഉള്ള തടാകത്തിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനുകൾ പുകയിൽ ഉണക്കി വെച്ചിരിക്കുന്നു. വേറൊരു ഭാഗത്ത് അരിക്കച്ചവടക്കാരനാണ്. ഈ അരിക്കടക്കാരൻ അരി അരിച്ചെടുക്കുകയാണ്. അതിനകത്ത് ചില കീടങ്ങളും ചില പുഴുക്കളുമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്ന അരി പോലെ. ഏതായാലും അരിച്ചരിച്ചെടുക്കുന്നത് വാങ്ങിക്കൊണ്ടു പോകാൻ വേറൊരാൾ പ്ലാസ്റ്റിക് ചാക്കിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. പുലാവ് ഉണ്ടാക്കാനുള്ള അരിയാണെന്ന് തോന്നുന്നു. ഇന്നാട്ടുകാർ വീട്ടിലൊക്കെ ചോറുണ്ടാക്കാറുണ്ട്. ഞാൻ ആ പാത്രത്തിൽ നോക്കി. പക്ഷേ കാര്യമായി കീടങ്ങളൊന്നുമില്ല. ഒരു ആത്മവിശ്വാസത്തിനു വേണ്ടിയായിരിക്കാം അരി അരിച്ചു കൊടുക്കുന്നത്. ബസാറിലൂടെ വീണ്ടും നടന്നു. അധികം ആളുകളില്ല. വൈകുന്നേരമാകുമ്പോൾ ആളുകൾ നിറയും. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ബസാറിൽ നിന്നിറങ്ങി കാറിൽ കയറി. ഇനി ഞങ്ങൾ നഗരത്തിന് പുറത്തേക്ക് പോവുകയാണ്. ചിഗാത്തായി എന്നൊരു പ്രദേശമുണ്ട്. ചിഗാത്തായി മുതൽ ചോർസു മാർക്കറ്റ് വരെയുള്ള ഭാഗത്ത് കുറെ മൊഹല്ലകളുണ്ട്. മൊഹല്ലകൾ എന്ന് പറഞ്ഞാൽ മഹൽ, ചെറിയ ക്ലസ്റ്ററുകൾ അഥവാ വീടുകളുടെ കൂട്ടങ്ങൾ. സാധാരണക്കാർ വസിക്കുന്ന പ്രദേശങ്ങളാണ്. നഗരപ്രാന്തത്തിലാണത്. ഇതാണ് ചിഗാത്തായിലെ മോസ്ക്. ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. മോസ്കിനകത്തൊന്ന് കയറി നോക്കാം. ഇതും ചരിത്രമുള്ളൊരു മോസ്കാണ്. പുതിയ കാലത്ത് നവീകരിച്ചതാണിത്. മോസ്കിന് ഒരു നടുമുറ്റമുണ്ട്. അവിടെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറത്തേക്ക് ചെല്ലുമ്പോൾ ചിഗാത്തായിലെ ഏറ്റവും വലിയ ഖബറിസ്ഥാനിലേക്കാണ് എത്തുന്നത്. ധാരാളം സ്മാരകശിലകൾ. പലരുടെയും ഗാംഭീര്യം സ്മാരകശിലകൾ കൊണ്ട് പ്രകടിപ്പിച്ചിരിക്കുകയാണെന്ന് തോന്നും. പല സമ്പന്ന കുടുംബങ്ങൾക്കും ബെറിയൽ പ്ലേസിന്റെ ഒരു ക്ലസ്റ്റർ തന്നെയുണ്ട്. അവിടെയൊക്കെ വളരെ പ്രമുഖരായ ആളുകളെയാണ് സംസ്കരിച്ചിരിക്കുന്നത്. മിർക്കോ മിലോവ് എന്ന് പറയുന്നത് വലിയൊരു ഫാമിലിയാണെന്ന് മനസ്സിലായി. നിരവധി സ്മാരകശിലകളിൽ മിർക്കോ മിലോവ് എന്ന കുടുംബ പേരുണ്ട്. സ്ത്രീയുടെ പേരിനൊപ്പം മിർക്കോ മിലോവ എന്ന് ചേർത്തിരിക്കുന്നു. സാധാരണ ഖബറിസ്ഥാൻ പോലെ ഒരു ലാളിത്യമല്ല ഇവിടെ പ്രകടമാകുന്നത്. പ്രൗഢി പ്രദർശിപ്പിക്കുന്ന ഖബറിസ്ഥാനാണ്. അതിനിടയ്ക്ക് ചില മണ്ഡപങ്ങളും മറ്റും കാണാം. നിരവധി സ്മാരകശിലകൾ. അതെല്ലാം മാർബിളും ഗ്രാനൈറ്റും കൊണ്ടുണ്ടാക്കിയതാണ്. അവയുടെ പരിസരമാകട്ടെ വൃത്തിയോടെയും പ്രൗഢിയോടെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ചിലയിടത്ത് കുടുംബത്തിലെ തന്നെ 8-10 പേരുടെ സ്മാരകശിലകൾ ഒരേ വലിപ്പത്തിൽ ഗ്രാനൈറ്റിൽ നിർമ്മിച്ച് അതിൽ അവരുടെ ചിത്രവും കൊത്തിവെച്ചിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ വളരെ ലളിതമായി മണ്ണിന്റെ കൂനകൾ മാത്രമായിട്ടും കാണാം. 1927-ലാണ് ഈ ഖബറിസ്ഥാൻ ഇവിടെ സ്ഥാപിക്കുന്നത്. അന്ന് ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് ഭരണത്തിലാണല്ലോ. അതിനാൽ മതവിശ്വാസികളല്ലാത്ത നിരവധി പേരെയും ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. താഷ്കണ്ടിലെ പ്രമുഖരായ പല സോവിയറ്റ് നേതാക്കളെയും അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഉസ്ബെക്കിസ്ഥാൻ സ്വതന്ത്രമായ ശേഷം ഇവിടെ വിശ്വാസികളെ മാത്രമാണ് സംസ്കരിക്കുന്നത്. എന്നാൽ പഴയകാല നേതാക്കളുടെയും മറ്റും കുടീരങ്ങൾ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്നുമുണ്ട്. പള്ളിയിലെ പ്രാർത്ഥനയുടെ സമയമായി. സൂര്യാസ്തമനത്തിന് മുൻപുള്ള പ്രാർത്ഥന. ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്കായി ആളുകൾ മോസ്കിലേക്ക് കയറി വരുന്നു. ഈ ആളുകൾക്ക് പെർഫ്യൂം പൂശിക്കൊടുക്കുകയാണ് വാതിൽക്കൽ നിൽക്കുന്ന ഒരാൾ. അയാൾ എല്ലാവരുടെയും കയ്യിൽ അല്പം പുരട്ടിക്കൊടുക്കുന്നു. ഇതിവിടുത്തെ ഒരു നാട്ടു നടപ്പാണെന്ന് തോന്നുന്നു. മിക്കവരും അത്തർ പുരട്ടിയിട്ട് പോകുന്നു.
വേണ്ടാത്തവർ വന്നിച്ചിട്ട് പോകുന്നു. അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ചിഗാത്തായി പ്രദേശത്തെ മഹല്ലകൾ കാണാം. വീടുകൾ. അതിസാധാരണക്കാർ വസിക്കുന്ന പ്രദേശമാണിത്. അവിടെ ചിലരെയൊക്കെ രാകേഷ് പരിചയപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ പേര് ബൊഹദീർ എന്നാണ്. ബൊഹദീർ അവിടുത്തെ ഒരു മരത്തണലിൽ വീടിന്റെ പുറത്ത് മതിലും ചാരി വെറുതെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആക്രി കച്ചവടക്കാരനാണ് ബൊഹദീർ. വേസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിടുന്നു. ഇത് അദ്ദേഹത്തിന്റെ വീടല്ല. ഇടവഴിയിൽ കൂടി അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. മതിലിലെ വാതിലിലൂടെ വീട്ടിലേക്ക് കയറിപ്പോകാം. സ്ത്രീ വളരെ ഫ്രണ്ട്ലിയാണ്. ആ ഒരു പൊത്തിലൂടെ ലോകം കണ്ടങ്ങനെ ഇരിക്കുകയാണവർ. കാലിന് സുഖമില്ലാത്ത സ്ത്രീയാണ്. ഇതാണ് അവരുടെ വാസയിടം. അവർ കിടക്കുന്നതും ഇരിക്കുന്നതും വായിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം ഈ മുറിയിലാണ്. ഈ മുറിയിലാണ് അവരുടെ ജീവിതം. ഇതിന്റെ മുന്നിലെ മുറി ബൊഹദീറിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവരുടെ ഒരു കാലിന് സ്വാധീനമില്ല. അവരുടെ ലോകം ഇതാണ്. ഈ ഇടുങ്ങിയ വാതിലിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരിക്കും. തൊട്ടടുത്ത് ഇവരുടെ കുടുംബ വീടുണ്ട്. ഇവരുടെ മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും അമ്മയുമൊക്കെ താമസിക്കുന്നത് അവിടെയാണ്. പക്ഷെ ഇവർ ഇവിടെ ഈ കെട്ടിടത്തിൽ താമസിക്കുന്നു. ബൊഹദീർ കൂടെ വന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ വീടിനകത്തേക്ക് ചെല്ലട്ടെ എന്ന് ചോദിച്ചു. വീടിനകമൊന്ന് കാണാൻ വേണ്ടിയാണ്. പുറത്ത് ഞങ്ങളുടെ കാർ കിടക്കുന്നത് കാണാം. ബൊഹദീർ എപ്പോഴും പുറത്താണ് ഇരിക്കുക. ആക്രി സാധനങ്ങളുടെ കച്ചവടക്കാരനാണല്ലോ. ഞങ്ങൾ ആ ഇടവഴിയിലൂടെ കയറി ചെല്ലുമ്പോൾ വീടുകളുടെ വലിയൊരു കോംപ്ലക്സിലേക്കാണ് എത്തുന്നത്. കുറെ പഴയ വീടുകളുടെ ഒരു സമാഹാരം. ഈ വീടുകളെല്ലാം ഒരു കുടുംബത്തിൻ്റെതാണ്. അതിനൊരു നടുമുറ്റം, മുറ്റത്ത് കുറെ ചെടികൾ, ഒരു മുന്തിരിപ്പന്തൽ. അപ്പോഴേക്കും ഒരു സ്ത്രീയും ഭർത്താവും കൂടി ഇറങ്ങി വന്നു. സ്ത്രീയുടെ പേര് ലാത്തോഫാത്ത് എന്നാണ്. ലാത്തോഫാത്തിന്റെ ഭർത്താവാണ് കൂടെ വരുന്നത്. കൊച്ചുമകൻ മുറ്റത്തിട്ടിരിക്കുന്ന ഒരു കട്ടിലിൽ കിടക്കുന്നു. ബൊഹദീറും ലാത്തോഫാത്തിന്റെ ഭർത്താവും എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണ്. ഇവരുടേതാണ് ഈ കെട്ടിടങ്ങളൊക്കെ. ഷാരൂഖ് ഖാന് എങ്ങനെയുണ്ടെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഷാരൂഖ് ഖാന് സുഖമില്ലെന്ന് താൻ എവിടെയോ വായിച്ചിട്ടുണ്ടെന്നും പറയുന്നു. കണ്ണിന് ചെറിയൊരു അസുഖമാണെന്നും സാരമില്ലാത്തതാണെന്നും പറഞ്ഞ് രാകേഷ് ആശ്വസിപ്പിച്ചു. അതായത് ഞാൻ യാത്ര തിരിക്കുന്നതിന്റെ തലേ ദിവസം വാർത്ത വന്ന ഒരു കാര്യമാണത്. അത്ര അപ് ടു ഡേറ്റ് ആണ് ഷാരൂഖ് ഖാന്റെ ഒക്കെ കാര്യത്തിൽ ഇവർ. പയ്യന് നാണം. അവൻ മുറ്റത്തുകൂടി ഓടി നടക്കുന്നു. രാജ് കപൂർ, അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ ഇവരുടെയൊക്കെ വിശേഷങ്ങളാണ് ലാത്തോഫാത്തും ഭർത്താവും കൂടുതൽ ചോദിച്ചത്. 3-4 വീടുകൾ നടുമുറ്റത്തിന് ചുറ്റോടു ചുറ്റുമുണ്ട്. ഈ വീടുകളിലായി 3-4 കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. അതൊക്കെ ലാത്തോഫാത്തിന്റെ മക്കളുടെ കുടുംബങ്ങളാണ്. കോഴി, പ്രാവ് എന്നിങ്ങനെ പലതിനെയും വീട്ടിൽ വളർത്തുന്നുമുണ്ട്. പ്രാവിനെ വളർത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. വെറുതെ ഒരു കൗതുകത്തിനാവാം, അല്ലെങ്കിൽ ഇറച്ചിക്ക് വേണ്ടിയാവാം. ആ നടന്നു പോകുന്നത് ലാത്തോഫാത്തിന്റെ ഒരു മകളാണ്. 5 മക്കളാണ് ലാത്തോഫാത്തിന്. അതിൽ 2 പേർ മരിച്ചുപോയി. മുന്തിരിപ്പന്തലൊക്കെയുണ്ട് മുറ്റത്ത്. വലിയ വിളവൊന്നുമില്ല. പിള്ളേർക്ക് കഴിക്കാനുള്ളത് കിട്ടുമായിരിക്കും. വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത വീടുകൾ. ലാത്തോഫാത്തിന്റെ 2 ആൺമക്കളും ഒരു മകളും ഓരോ വീട്ടിലും കുടുംബമായി താമസിക്കുന്നുണ്ട്. ഈ സ്ത്രീക്ക് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയറായി. എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 19 വയസ്സാണെന്നായിരുന്നു മറുപടി. അതാണ് രാകേഷ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതിന്റെ ഒക്കെ കാരണം. ആൾ ഒരു തമാശക്കാരിയാണ്. വളരെ ഫ്രണ്ട്ലിയും. ഇന്ത്യക്കാരോട് വലിയ സ്നേഹമാണ്. അതിന്റെ പ്രധാന കാരണം രാജ് കപൂറും അമിതാഭ് ബച്ചനും ഷാരൂഖ് ഖാനും ഒക്കെ തന്നെ. ഷാരൂഖ് ഖാനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ഓരോ വീട്ടിലും തന്റെ മക്കളാണ് താമസിക്കുന്നതെന്നും അതിൽ ഒരു മകന്റെ കൊച്ചാണ് ഈ നടക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഈ വീടും പറമ്പുമൊക്കെ ഇവർ വിൽക്കാൻ പോവുകയാണത്രേ. എന്നിട്ട് ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയം വരാൻ പോകുന്നു. അതിൽ ഒരു അപ്പാർട്ട്മെന്റ് ഇവർക്ക് കിട്ടും. ആ അപ്പാർട്ട്മെന്റിൽ ജീവിക്കണം. മിച്ചം കിട്ടുന്ന പൈസ ബാങ്കിലിടണം.
അമ്മൂമ്മയുടെ പ്രധാന ആഗ്രഹം ഇതാണ്: ഇന്ത്യയിൽ വരണം, ഇന്ത്യ കാണണം, അമിതാഭ് ബച്ചനെയും ഷാരൂഖ് ഖാനെയും ഒക്കെ ഒന്ന് കാണണം. ഇന്ത്യക്കാരുമായി വലിയ ഹൃദയബന്ധം പുലർത്തുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ പല ഗ്രാമീണരും പഴയ തലമുറയും. പുതിയ തലമുറയ്ക്ക് അത്ര ബന്ധമൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ ബൊഹദീറിന്റെ ആക്രി സംഭരണ കേന്ദ്രം. അതിലെ നടക്കുമ്പോൾ മണ്ണുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്ത മതിലുകളുള്ള കുറേ വീടുകൾ കാണാം. മിക്ക വീട്ടിലും ദാരിദ്ര്യമൊക്കെയാണെങ്കിലും ഗംഭീരമായ മതിലും വലിയ ഗേറ്റുമൊക്കെ കാണും. ഇങ്ങനെ മണ്ണുകൊണ്ടാണ് കെട്ടിട നിർമ്മാണം. വലിയ സൗന്ദര്യബോധമോ കലാബോധമോ ആർക്കിടെക്ചറൽ ഭംഗിയോ ഒന്നുമില്ല. ചുറ്റും മതിലുണ്ടാകുമെന്നതാണ് പ്രത്യേകത. അകത്ത് കുറേ കെട്ടിടങ്ങളും ഒരു ചെറിയ നടുമുറ്റവുമൊക്കെ ഉണ്ടാകും. ഇടവഴിയിലൂടെ ഞങ്ങൾ പുറത്തേക്ക് നടന്നു.